ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ഹെയർ സിറത്തിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എപ്പോ എന്തിന്റെ റെക്കമെൻഡേഷൻ പറഞ്ഞാലും നിങ്ങൾ പറയും ചേച്ചി ബെസ്റ്റ് പറഞ്ഞ. അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ പറഞ്ഞുതരാം. ഇത് മൂന്നും ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഹെയർ സിറംസ് ആണ്. എന്നാൽ ഇതിൽ എന്റെ ബെസ്റ്റ് സിറം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പറയും. ഇതാണ് പിൽഗ്രിമിന്റെ അഡ്വാൻസ് ഹെയർ ഗ്രോത്ത് സിറം. ഇതൊരു കൊറിയൻ സീക്രട്ട് സെറോ എന്നൊക്കെ കേട്ടോ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയാണ്. മാത്രമല്ല ഇതൊരു ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ തേച്ച് വെച്ചു എന്നും പറഞ്ഞ് നമുക്ക് ആ സ്റ്റിക്കിനെസ്സോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാനൊന്നും പോണില്ല. നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ പിൽഗ്രിമിന്റെ ഈ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറം എന്റെ ബെസ്റ്റ് അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ഹെയർ സിറം ആണെന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ടൊന്ന് പോവാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് റെഡ്നെസ്സിൽ. റെഡ്നെസ്സിൽ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് വെച്ചാൽ പ്ലാന്റ് ബേസ്ഡ് സാധനമാണ്. അതായത് ഹെയർ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് റെഡ്നെസ്സിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിളിലെ സ്റ്റെം സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സെൽ ബേസിലോട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫേസസ് ആണ്, ആനാജൻ ഫേസും ടീലോജൻ ഫേസും. ആനാജൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഫേസിനാണ് നമ്മൾ ആനാജൻ ഫേസ് എന്ന്. ടീലോജൻ എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിന് തടയുന്ന ഫേസിനെയാണ്. അപ്പം ഈ റെഡ്നെസ്സിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആനാജൻ ഫേസിനെ വലിച്ചു നീട്ടും, അതായത് അതിനെ പ്രൊലോങ്ഡ് ആക്കി വെക്കും. അതുപോലെ ടീലോജൻ ഫേസിനെ കുറയ്ക്കാനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് കൂടുകയും നമ്മുടെ ഹെയർ ഭയങ്കര തിക്കായിട്ടും ഡെൻസ് ആയിട്ടും വരും. മാത്രമല്ല റെഡ്നെസ്സിൽ നമ്മുടെ ഹെയർ ഫൈബറിലെ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. രണ്ടാമത്തതാണ് ആനാഗെയിൻ. ഇപ്പൊ ആനാഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയത്തില്ലേ പയറ് പൊളപ്പിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരുമെന്ന്. അതിന് കാരണം അതിനകത്തുള്ള ഒരു ഫൈറ്റോ ന്യൂട്രിയന്റ് ആണ്, അതാണ് ഈ ആനാജൻ. അപ്പൊ ഈ സ്പ്രൗട്ടിലുള്ള ഈ ആനാജൻ എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെയർ ഗ്രോത്തിന് വളരാനായിട്ട് ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ ഫോളിക്കിൾസ് ഒന്ന് ഡെഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സീറോ ഫേസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഹെയർ ഗ്രോത്ത് വരാനും ഈ ആനാജൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹെയറിന് ഒരു വോളിമൈസ് ചെയ്യാനും ഈ ആനാജൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ സിങ്കും ഗ്രീൻ ടീം ആഡ് ചെയ്യും. ഇത് നമ്മുടെ ഹെയറിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഈ സിറം എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീനും ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം ഇത് അപ്ലൈ ചെയ്യും. ഇപ്പൊ എന്റെ സ്കാൽപ്പ് ക്ലീനും ഡ്രൈ ആണ്. മാത്രമല്ല ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു സെറമാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇതില്ലാതെ സ്റ്റിക്കിനെസ് ഒന്നും വരത്തില്ല നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് പോയിന്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇത്രയും പോയിന്റ് ആണ് ബേസിക്കലി എടുക്കാറ്. പോയിന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ലീവ് ഇൻ ചെയ്തെന്നും പറഞ്ഞിട്ട് നമ്മുടെ തലയ്ക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോൾ വാഷ് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പൊ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓവർനൈറ്റ് ഇടുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഡാൻഡ്രഫ് ഒന്നും ഉള്ളവർക്ക് ഓവർനൈറ്റ് ഇട്ടെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാവത്തില്ല. മാത്രമല്ല സിങ്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡാൻഡ്രഫിനെ ഒന്ന് കളയാനും പിന്നെ അനാഗൻ നമുക്കൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പൊ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ സ്കാൽപ്പിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. സോയാ സിമ്പിളാ, ഇങ്ങനെ അപ്ലൈ ആവുള്ളൂ. ഇത്രയും ബെനിഫിറ്റ് ഉള്ള സാർ എന്തിനാ മിസ് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. മാത്രമല്ല കൂപ്പൺ കോഡായ HG Serum 15 യൂസ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട.